ഹലോ ഫ്രണ്ട്സ്, ഞാൻ മനു. ഇന്നെൻ്റെ ചാനലിലെ ബഗ് ബൗണ്ടി പ്രോഗ്രാം ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതെ, ബഗ് ബൗണ്ടി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ഗൂഗിളിൽ നിന്ന് ഒരു വൾനറബിലിറ്റി അല്ലെങ്കിൽ ബഗ് ഫൈൻഡ് ചെയ്യുന്നതിൻ്റെ പേരിൽ ഒരാൾക്ക് റിവാർഡ് കിട്ടിയിരിക്കുന്നു. അതല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൽ നിന്ന് ഒരാൾക്ക് ബൗണ്ടി കിട്ടിയിരിക്കുന്നു. അതായത് ഒരു റിവാർഡ്. അതിനെയാണ് ബഗ് ബൗണ്ടി എന്ന് പറയുന്നത്. നിങ്ങളൊരു സൈബർ സെക്യൂരിറ്റി എന്തൂസിയസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനായി നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കേണ്ടത് OWASP ടോപ്പ് 10 വൾനറബിലിറ്റീസ്. അതെ, ഓപ്പൺ വെബ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി പ്രൊജക്റ്റ്. അതിലെ ഇൻജക്ഷൻ വൾനറബിലിറ്റിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ആദ്യമേ എന്താണ് ഈ വൾനറബിലിറ്റി, എങ്ങനെയാണ് ഈ വൾനറബിലിറ്റി ഉണ്ടാകുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരാം. അതിനുശേഷം വേണം നമ്മൾ പ്രാക്ടിക്കലിലേക്ക് കിടക്കുവാനായിട്ട്. നമ്മൾ ഇന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പോകുന്ന വൾനറബിലിറ്റിയുടെ പേരാണ് XSS, അതായത് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ്. OWASP ടോപ്പ് 10 വൾനറബിലിറ്റീസ്, അതായത് ഓപ്പൺ വെബ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി പ്രൊജക്റ്റ്. ഇവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ടോപ്പ് 10 വൾനറബിലിറ്റീസിൽ മൂന്നാമത്തതാണ്. എന്താണ് ഒരു വൾനറബിലിറ്റി? ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഡിവൈസിനുണ്ടാകുന്ന ഒരു പോരായ്മ, അതിനെയാണ് വൾനറബിലിറ്റി എന്ന് പറയുന്നത്. ഒരു സൈബർ അറ്റാക്ക് എപ്പോഴും നടക്കുന്നത് ഒരു വൾനറബിലിറ്റി അറ്റാക്കർ എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോഴാണ്. അതായത് ഒരു പോരായ്മ അല്ലെങ്കിൽ ഒരു ഡിസൈൻ ഇഷ്യൂ അറ്റാക്കർ കണ്ടുപിടിച്ച് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോഴാണ് ഓരോ സൈബർ അറ്റാക്കും ഉണ്ടാകുന്നത്. ഈ ഒരു അറ്റാക്ക് വരുന്നത് ഇൻജക്ഷൻ അറ്റാക്ക് എന്ന കാറ്റഗറിയിലാണ്. എന്താണ് ഇൻജക്ഷൻ എന്ന് പറയുന്നത്? നമുക്കറിയാം, ഇൻജക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഫോഴ്സ്ഫുള്ളി ഒന്നിലേക്ക് മറ്റെന്തോ കടത്തിവിടുന്നതിനെയാണ് ഇൻജക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു വെബ്സൈറ്റിൻ്റെ മോഡലാണ്. ഇവിടെ ഒരു അഡ്രസ് ബാർ, സെർച്ച് ബാർ, ഒരു ലോഗിൻ പേജും ഉണ്ട്. നമുക്കറിയാം, ഈ ഒരു ലോഗിൻ പേജിലേക്ക് നമ്മൾ എന്താണ് ഇൻപുട്ട് ചെയ്യുന്നത്? ഒരു യൂസർ നെയിം, അതേപോലെ പാസ്വേഡ്. എന്നാൽ ഇത് രണ്ടുമല്ലാതെ അറ്റാക്കർ ഒരു മലീഷ്യസ് ആയിട്ടുള്ള പേലോഡ്, അതായത് ഒരു മലീഷ്യസ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ഇതിലേക്ക് ഇൻജക്റ്റ് ചെയ്യുന്നു. ഈ ഒരു പേലോഡ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ഫീൽഡിൽ അക്സെപ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഇത് സെർവറിലേക്ക് പാസ് ചെയ്യപ്പെടുകയും അവിടെ അത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ഒരു ഇൻജക്ഷൻ അറ്റാക്കിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡെഫിനിഷൻ. എന്നാൽ ഈ ഒരു അറ്റാക്ക് ഇതേപോലെ യൂസർ നെയിം ഫീൽഡിൽ മാത്രമല്ല, ഒരുപക്ഷെ അഡ്രസ് ബാറിലോട്ടോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സെർച്ച് ബാറിലോട്ടോ ഒക്കെ സംഭവിക്കാവുന്നതാണ്. ഈ ഒരു ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് വൾനറബിലിറ്റിയും വരുന്നത് ഇൻജക്ഷൻ അറ്റാക്കിലാണ്. എന്താണ് കാരണമെന്ന് വെച്ചാൽ, ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് പേലോഡ് അറ്റാക്കർ ഇൻപുട്ട് ചെയ്യുന്നത് ഒരുപക്ഷെ ഇതേപോലെയുള്ള URL ഫീൽഡിലാവാം, അതല്ലെങ്കിൽ ഇതുപോലുള്ള സെർച്ച് ബാറിലോട്ടാവാം. ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് വൾനറബിലിറ്റി തന്നെ 3 തരത്തിലുണ്ട്. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് അതിലെ ആദ്യത്തേതായ റിഫ്ലക്റ്റഡ് എക്സസസ് ആണ്. അതായത് റിഫ്ലക്റ്റഡ് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ്. എന്താണ് റിഫ്ലക്റ്റഡ് എക്സസസ് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ അറ്റാക്കർ ഇൻപുട്ട് ചെയ്യുന്ന മലീഷ്യസ് പേലോഡ് പ്രത്യേകിച്ച് വേരിഫിക്കേഷൻ കണ്ടീഷൻസ് ഒന്നുമില്ലാതെ തന്നെ ഈ ഒരു വെബ് പേജിലോട്ട് ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നു. ഈ ഒരു കണ്ടീഷൻ, ഈ ഒരു പേലോഡ് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് നേരെ URL അഫക്റ്റ് ചെയ്യും. ഈ ഒരു മലീഷ്യസ് URLനെ അറ്റാക്കർ നേരെ ഫോർവേഡ് ചെയ്യുന്നത് ഒരു വിക്ടിമിനാണ്. ഇവിടെ ഈ ഒരു വിക്ടിം ഈ ഒരു മലീഷ്യസ് പേലോഡിൽ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു വിക്ടിം മെഷീനിൽ അല്ലെങ്കിൽ വിക്ടിം ബ്രൗസറിൽ അറ്റാക്കർ എന്താണോ അവിടെ ഡിസ്പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതവിടെ ഡിസ്പ്ലേ ആകും. ഒരു പക്ഷേ അനാവശ്യമായ ചില പോപ്പപ്പുകളാവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ മെഷീൻ ഇപ്പോൾ ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, അതല്ലെങ്കിൽ നിങ്ങളുടെ മെഷീൻ ഇപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, തുടങ്ങി എന്ത് വേണമെങ്കിലും അറ്റാക്കർക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യാം. ഇനിയിപ്പോൾ ഇതൊന്നും അല്ലെങ്കിൽ തന്നെ അറ്റാക്കറിന് ഈ ഒരു യൂസറിൻ്റെ സെഷൻ ID, അതല്ലെങ്കിൽ കുക്കീസ് തുടങ്ങിയ ഡേറ്റാസും അറ്റാക്കർക്ക് എടുക്കാൻ കഴിയുന്നതാണ്. ഇവിടെ എന്തുകൊണ്ട് തന്നെ റിഫ്ലക്റ്റഡ് എക്സസസ് എന്ന് പറയാൻ കാരണമെന്ന് വെച്ചാൽ, ഇവിടെ അറ്റാക്കർ ഇൻപുട്ട് ചെയ്യുന്ന മലീഷ്യസ് പേലോഡ് വിക്ടിമിൻ്റെ ബ്രൗസറിൽ റിഫ്ലക്റ്റ് ആകുന്നത് കൊണ്ടാണ് അതിനെ റിഫ്ലക്റ്റഡ് എക്സസസ് എന്ന് പറയാൻ കാരണം. ഇനി നമുക്ക് ഒരു പ്രാക്ടിക്കൽ ചെയ്യാം. ഞാൻ ഈ വൾനറബിലിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന വെബ്സൈറ്റിലാണ്. ഈ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയത് തന്നെ നമുക്കിത് ടെസ്റ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ഞാനിവിടെ ഇല്ലീഗലായ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ റിഫ്ലക്റ്റഡ് എക്സസസ്, ഈ ഒരു വൾനറബിലിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന സെർച്ച് ഫീൽഡിലാണ്. ഇവിടെ നമുക്കറിയാം, നമുക്ക് ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും സെർച്ച് ചെയ്യാം. ഈ ഒരു വെബ്സൈറ്റിൽ പല പ്രൊഡക്ട്സും ഓൺലൈൻ അവൈലബിൾ ആണ്. ഇവിടെ ഈ കാണുന്ന
സ്കൂൾ പേരൻറ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഞാനിവിടെ സെർച്ച് ചെയ്യുകയാണ്. ഞാൻ സെർച്ച് ചെയ്തപ്പോൾ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണെങ്കിൽ അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഒപ്പം തന്നെ ഈ ഒരു സെർച്ച് ചെയ്ത കണ്ടന്റ് URL അഫക്റ്റ് ചെയ്തേക്കുന്നത് കാണാം. അതായത് സെർച്ച് ഈക്വൽ ടു കൂൾ. ഇവിടെ ഞാൻ എന്ത് ടൈപ്പ് ചെയ്താലും അതവിടെ ഡിസ്പ്ലേ ആവും. ഞാൻ സൈബർ മല്ലു എന്ന് സെർച്ച് ചെയ്യുകയാണ്. ഇത് സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇല്ലെങ്കിലും അത് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇത് വളരെ നോർമലായ കാര്യമാണ്. എന്നാൽ ഇവിടെ എന്ത് ടൈപ്പ് ചെയ്താലും അത് അവിടെ റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. എന്നാൽ ഇവിടെ സെർച്ച് ബാറിൽ എന്ത് ടൈപ്പ് ചെയ്താലും അത് അതേപോലെ തന്നെ URL എക്സിക്യൂട്ട് ആവുന്നുണ്ട്. സോ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പേലോഡ് ഇൻജെക്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് ജാവാസ്ക്രിപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ പേലോഡ്. ഇതിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു അലേർട്ട് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുവാനാണ്. അതായത് നമ്മുടെ ഫോണിലൊക്കെ വരത്തില്ലേ നോട്ടിഫിക്കേഷൻസ്, അതുപോലെ തന്നെ ഒരു ചെറിയൊരു പോപ്പപ്പ് മെസ്സേജ് വരാൻ വേണ്ടിയാണ്. ഇവിടെ ഈ അലേർട്ട് മെസ്സേജിനുള്ളിൽ ഞാൻ എന്ത് കൊടുക്കുന്നുവോ അത് അതേപോലെ അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഓക്കെ, ഞാനിവിടെ ഇനി ചെയ്യാൻ പോകുന്നത് സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ചെയ്ത ഈ സ്ട്രിങ് ഇവിടെ ഒരു വേരിഫിക്കേഷനും ഇല്ലെങ്കിൽ, അതായത് ഈ ഒരു സെർച്ച് ബാറിൽ എൻ്റർ ചെയ്യുന്ന കണ്ടന്റ് എന്താണെന്ന് ഒരു വേരിഫിക്കേഷനും ഇല്ലാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു URL സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇതവിടെ എക്സിക്യൂട്ട് ചെയ്യും. ഞാനിവിടെ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ എൻ്റർ ചെയ്ത അതേ കണ്ടന്റ് അതേപോലെ URL വന്നിട്ടുണ്ട്. അതിനുശേഷം നോക്കൂ, സൈബർ മല്ലു എന്ന് പറഞ്ഞ് അതവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇവിടെ എന്തുകൊണ്ട് ഇതിനെ റിഫ്ലക്റ്റഡ് ആക്സസ് എന്ന് പറയാൻ കാരണമെന്ന് വെച്ചാൽ ഈ ഒരു URL ഞാൻ മറ്റൊരു വിക്ടിമിന് അയച്ചു കൊടുക്കുകയാണ്. അവരതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും ഈ ഒരു പേലോഡ് അവിടെ എക്സിക്യൂട്ടായി. അവർക്ക് ആ ഒരു പ്രോംപ്റ്റ് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഞാൻ ഇൻപുട്ട് ചെയ്ത മലീഷ്യസ് പേലോഡ് അവരുടെ URLലും അഫക്റ്റ് ചെയ്തിട്ടുണ്ട്, അതായത് റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ റിഫ്ലക്റ്റഡ് ആക്സസ് എന്ന് പറയാൻ കാരണം. ഇതിൻ്റെ പ്രിക്വേഷൻസ് ആയിട്ട് ഡെവലപ്പർ ഈ പറയുന്ന പേലോഡ്സിനെ എല്ലാം ബ്ലോക്ക് ചെയ്യണം. അതായത് ഞാനിപ്പോൾ ഇവിടെ സ്ക്രിപ്റ്റ് ടാഗ് ഉൾപ്പെടെ എന്ത് കൊടുത്താലും അതെല്ലാം ബ്ലോക്ക് ചെയ്യണം. അതിന് പകരമായി ഞാൻ കൊടുക്കുന്ന സ്ട്രിങ് മാത്രമേ, അതായത് ലെറ്റേഴ്സോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് നെയിംസ് മാത്രമേ അവിടെ ആക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇത് ഒരു കണ്ടീഷനാണ്. നമുക്ക് ഇതിൻ്റെ തന്നെ മറ്റൊരു രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് മറ്റൊരു ആപ്ലിക്കേഷനാണ്. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് മുമ്പ് കൊടുത്ത അതേ പേലോഡ് ഒരിക്കൽ കൂടി കൊടുത്തു നോക്കുകയാണ്. അതായത് സ്ക്രിപ്റ്റ് ടാഗ്, അതിനുള്ളിൽ അലേർട്ട് മെസ്സേജിനുള്ളിൽ സൈബർ മല്ലു ഹാക്കർ. ഞാനത് സബ്മിറ്റ് ചെയ്യുകയാണ്. എന്നാൽ ഈ ഒരു കണ്ടീഷനിൽ ഡെവലപ്പർ ആ ഒരു കണ്ടന്റിനെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതായത് ഞാൻ അലേർട്ട് മെസ്സേജിനുള്ളിൽ വരുന്ന എന്ത് കണ്ടന്റ് ആണോ കൊടുക്കുന്നത് അത് അതേപോലെ ഇറേസ് ചെയ്ത് കളഞ്ഞു. ഇത് ഡെവലപ്പർ ക്രിയേറ്റ് ചെയ്ത ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡാണ്. ഞാനിവിടെ കൊടുത്തിരിക്കുന്ന സ്ക്രിപ്റ്റ് ടാഗിന് ശേഷം വരുന്ന എന്ത് കണ്ടന്റ് ആണെങ്കിലും അതിനെ ബ്ലോക്ക് ചെയ്യുക. ഇവിടെ കണ്ടില്ലേ, സ്ക്രിപ്റ്റ് അലേർട്ട് സൈബർ മല്ലു ഹാക്കർ. ഈ അതേപോലെ വന്നിട്ടുണ്ട്. പക്ഷേ അതിനെയെല്ലാം ഇവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഒരു പേലോഡ് ഇവിടെ എക്സിക്യൂട്ട് ആയില്ല എന്ന് കരുതി അവിടെ ഒരിക്കലും ക്രോസസ് ഫിറ്റിംഗ് വൾനറബിലിറ്റി ഉണ്ടാവില്ല എന്ന് കരുതരുത്. നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ, അതായത് എക്സസ് പേലോഡിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് പേലോഡ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ഞാനിതിൽ ട്രൈ ചെയ്തിരിക്കുന്നത് സ്ക്രിപ്റ്റ് ടാഗ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സിമ്പിൾ അപ്രോച്ചാണ്. എന്നാൽ ഇവിടെ തൗസൻഡ്സ് ഓഫ് പേലോഡ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. നമുക്കിതിൽ ഏത് പേലോഡ് വേണം ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഡെവലപ്പർ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് സ്ക്രിപ്റ്റ് ടാഗും അതിനൊപ്പം വരുന്ന അലേർട്ട് കണ്ടന്റുമാണ്. നമുക്കതിന് പകരം മറ്റേതെങ്കിലും ഒരു പേലോഡ് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഞാനിപ്പോൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന പേലോഡാണ്. ഓൺ മൗസ് ഓവർ അലേർട്ട് 1. അതായത് മുമ്പുണ്ടായിരിക്കുന്ന സ്ക്രിപ്റ്റ് ടാഗ് പോലെയല്ല, മറ്റൊരു സിമ്പിളായിട്ടുള്ള ഒരു പേലോഡാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ക്രിപ്റ്റ് ടാഗും അലേർട്ട് കണ്ടന്റും മാത്രമാണ്. എന്നാൽ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് മറ്റൊരു പേലോഡാണ്.
ഇവിടെ ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ ദാ ഈ പേലോഡ് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ വച്ചിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ചിട്ട് സ്ക്രിപ്റ്റ് ടാഗും അലർട്ട് കണ്ടന്റ് മാത്രമേ ബ്ലോക്ക് ചെയ്യുകയുള്ളൂ. എന്നാൽ ഞാൻ കൊടുത്തിരിക്കുന്നതോ മറ്റൊരു പേലോഡും. ഈ പേലോഡ് അവിടെ ബ്ലോക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതുപോലെ അറ്റാക്കേഴ്സ് പലതരത്തിലുള്ള പേലോഡ്സ് അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കും. ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത് റിഫ്ലക്റ്റഡ് എക്സസസിൻ്റെ വളരെ സിമ്പിളായ ഒരു ടെസ്റ്റിംഗ് അപ്രോച്ചാണ്. എന്നാൽ അതുപോലെ തന്നെ അറ്റാക്കറിന് നിങ്ങളുടെ കുക്കീസും സെഷൻ ഐ ഡിയും എല്ലാം മോഷ്ടിക്കുവാൻ പാകത്തിനുള്ള പേലോഡ്സും ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് വൾനറബിലിറ്റി എന്താണെന്ന് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.